നമ്മുടെ കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. നിറഞ്ഞ മനസ്സോടെയും അതിലേറെ ആനന്ദത്തോടെയുമാണ് ഈ വേദിയിലായിരിക്കുന്നത്. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമായ നമ്മുടെ കർത്താവിന്റെ കാരുണ്യത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിട്ടാണ് ശാലോം മീഡിയ ഈ അവാർഡിനെ ഞാൻ കാണുന്നത്. ബെന്നി സാറും മാത്യു സാറും ആവർത്തിച്ച് ഇവിടെ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ഇത് ദൈവത്തിന്റെ അംഗീകാരമാണ്, ഇത് ദൈവം നൽകിയ സമ്മാനമാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നൽകിയ ഒരു ആദരവായി കർത്താവിന്റെ രാജ്യത്തിനും കർത്താവിന്റെ സഭയ്ക്കുമായി അല്പമായി നിന്നു കൊടുത്തപ്പോൾ സ്വർഗം തന്ന ഒരു ആദരവായി ഞാൻ ഈ അവാർഡിനെ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പൗലോസ്ലീഹയെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം പൗലോസ്ലീഹ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് നന്മയ്ക്കുമായി ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു മഹാവിശുദ്ധനാണ് നമ്മുടെ പൗലോസ്ലീഹ. അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 15:10 നമുക്കൊക്കെ സുപരിചിതമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. പൗലോസ് പറയുന്നത് എന്റെ വിദ്യാഭ്യാസമോ എന്റെ സ്വാധീനമോ എന്റെ മാനുഷിക കഴിവുകളോ പ്രാപ്തിയൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപയാണ് എന്നിവിടെ വരെ എത്തിച്ചത്. ഈ 2019 എന്റെ സാധനം ഓർക്കൊണ്ടൊന്നും എനിക്കറിയാൻ പാടില്ല. ഷെക്കേന ന്യൂസിന്റെ ആ ലോഞ്ചിങ് സെറമണിയിൽ അഭിനയ പിതാക്കന്മാരും അന്ന് വൈദികരും ഒക്കെ സമർപ്പിതരും അമ്മമാരും എല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായ ബെന്നി സാർ പറഞ്ഞ 2 പ്രവചന വാക്കുകളുണ്ട്. ഞാൻ കൂടെ അതൊരു ഭംഗിവാക്കായി പറയുന്നതല്ല, ഈ വേദിയിൽ ഞാൻ അത് പരസ്യമായി പറയാണ്. ഞാൻ കൂടെ അത് ഓർക്കുകയും ആ വാക്കുകൾ പലപ്പോഴും എന്നെ ബലപ്പെടുത്താറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് 2019 മുതലുള്ള ഈ മീഡിയ പ്രവർത്തനങ്ങളുമായിട്ടുള്ള എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് കരുത്തു പകർന്ന 2 പ്രൊഫറ്റിക് വേർഡ്സ് ആയിരുന്നത്. സാർ അന്ന് ആ വേദിയിൽ പ്രകാരം പറഞ്ഞു, ഷെക്കേന ന്യൂസ് വിജയിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ മാധ്യമ ശുശ്രൂഷ വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ 2 കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമതായി, സന്തോഷിനെ മീഡിയയുടെ ABCD അറിയില്ല. മീഡിയ എന്താണെന്ന് പറഞ്ഞ് മനുഷ്യന് ഒന്നും അറിയില്ല. കാരണം ഒരു വചനം പ്രാർത്ഥന അല്ലാതെ മീഡിയയുടെ ABCD സന്തോഷിന് അറിയാൻ പാടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും വലിയൊരു മാധ്യമ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുവാൻ 5 പൈസ സന്തോഷിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിപാലന ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ഉണ്ടാകും. ദൈവം ഈ ശുശ്രൂഷയെ വിജയിപ്പിക്കുമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ ബെന്നി സാർ അന്ന് ഒരു പ്രവചനം പോലെ അത് പങ്കുവെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഷെക്കേന ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുകൊണ്ടുമല്ല. അതിന്റെ മീഡിയ കഴിവോ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക മികവോ അല്ലെങ്കിൽ അതിലുള്ള ജേർണലിസ്റ്റുകളോ റിപ്പോർട്ടേഴ്സോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സോ ഇതൊക്കെ സെക്കൻഡറി ആണ്. ഒറ്റ കാര്യം കൊണ്ടാണ്, ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആണ്, ദൈവമായ കർത്താവിന്റെ പരിപാലന കൊണ്ടാണ് ഇന്ന് ഈ മാധ്യമ ശുശ്രൂഷ കർത്താവിന്റെ സഭയ്ക്കും പൊതുസമൂഹത്തിനും അല്പമെങ്കിലും അനുഗ്രഹമായി വളരുവാനുള്ള ഒരു കാരണം. 2016 വ്യക്തമായി ഞാൻ ശബ്ദം കേട്ടത്, നമ്മുടെ സഭ മുറിവേൽക്കുന്നു, ആർക്കും കുട്ടിയിറങ്ങുന്ന ചെണ്ട പോലെ സഭയെ അപഹസിക്കുന്നു, സഭയുടെ പൗരോഹിത്യം, സഭയുടെ സന്യാസം, സഭയുടെ ശുശ്രൂഷകളെ പൊതുവേദിയിൽ പൊതുസമൂഹത്തില് പരസ്യമായി അവഹേളിക്കുന്ന വിധത്തിൽ ഒരു സഭ ഒരുപാട് ഒരു വേദനയോട് കടന്നു പോകുമ്പോഴാണ് കർത്താവേ, സഭയെ പുനരുദ്ധരിക്കാനുള്ള വഴി എന്താണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് വ്യക്തമായി ഞാൻ ആ ശബ്ദം കേട്ടത്. എന്റെ മുഖമായി, എന്റെ സഭയുടെ ശബ്ദമായി മാറുവാൻ എനിക്ക് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക. എന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും അതിന് മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ
ദൈവത്തെ ആശ്രയിച്ചു, ദൈവത്തിന്റെ പ്രോമിസിൽ, കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. ഒരുപാട് പരീക്ഷണം ഞാൻ ഓർമ്മ ബെനിസാറിന് പലപ്പോഴും പങ്കുവെച്ച് അധികം വിശ്വാസത്തിന്റെ പരിശോധനയാണ്. സന്തോഷം ഭയപ്പെടേണ്ടതിന് അപ്പുറം കർത്താവ് മഹത്വം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കർത്താവ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ മരണപ്പെട്ടി ലോകത്ത് പോയിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വലിയൊരു മാനസിക രോഗിയായിട്ട് തീരും. അത്രമാത്രം ഭയങ്കരമായ സ്ട്രെസ്സും ടെൻഷനും ബാധിച്ചുമായ ഒത്തിരിയേറെ ആശങ്കകളും സംശയങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളും നമുക്കത് വിവരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അവിടെ എല്ലാം കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ച്, കർത്താവ് ഇടപെട്ട് ഇന്ന് ഈ വിധത്തിൽ എത്തിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ശാലോമിൽ നിന്ന് തന്നെ ഈ ഒരു ദൈവത്തിന്റെ അംഗീകാരം ഏറ്റുവാൻ കഴിഞ്ഞത്. കാരണം ഷെക്കേനെ എന്താണെന്നും അതുപോലെ എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയ്ക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നത് ദൈവമായ കർത്താവ് ശാലോം മിനിസ്ട്രിയിലൂടെയാണ്, ശാലോമിന്റെ ശുശ്രൂഷയിലൂടെയാണ്. അറിയപ്പെട്ടതും ഷെക്കേനെ മിനിസ്ട്രി സഭ അറിഞ്ഞതും പൊതുസമൂഹം അറിഞ്ഞതും ശാലോമിലൂടെയാണ്. അതുകൊണ്ട് അന്നും ഇന്നും എന്നും ശാലോമിനെ ഞാൻ അവിടെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു ചക്രവർത്തമാനം പറയുന്നതല്ല, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും ശാലോമിന് വേണ്ടി ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ബെനിസാറിന്റെ മാത്യുസാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ 2010 ഒക്ടോബർ 5-ാം തീയതിയാണ് ആദ്യമായി മഹത്വത്തിൽ സാന്നിധ്യം എന്ന ശുശ്രൂഷ ശാലോമിലൂടെ കലക്കാശിയപ്പെടുന്നത്. ആ ശുശ്രൂഷയിലൂടെയാണ് വ്യക്തിപരമായി എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലും ഷെക്കേനയ്ക്കും സഭയിലും സമൂഹത്തിലും ഒരു അഡ്രസ് ഉണ്ടാക്കി പരിശുദ്ധാത്മാവ് നൽകിയത്. അങ്ങനെ ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാത്യുസാർ പറയുന്നത്, നമുക്ക് ഇവാഞ്ചലൈസേഷൻസിൽ ദൈവജനത്തിലുള്ള ആ സുവിശേഷ വൽക്കരണത്തിന്റെ അഗ്നിജനത്തിൽ ജ്വലിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു 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 ഇവാഞ്ചലൈസേഷൻ ഓറിയന്റഡ് പ്രോഗ്രാം ചെയ്യണം. അപ്പൊ അന്ന് സാർ എന്നോട് പറഞ്ഞു, ശാലോമിന്റെ പോളിസിയാണ് ഒരു പ്രോഗ്രാം ലൈവായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ വ്യക്തിക്ക് മറ്റൊരു പ്രോഗ്രാം നൽകത്തില്ല, പക്ഷെ ഒരു എക്സെപ്ഷൻ തരികയാണ്, അതുകൊണ്ട് സന്തോഷത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹത്വത്തിൽ സാന്നിധ്യവും മിഷൻ ഫയർ എന്നുള്ള ഇവാഞ്ചലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ, ഈ രണ്ട് ശുശ്രൂഷകളിലൂടെയാണ് കർത്താവ് ഷെക്കേനെ വളർത്തിയത്. വ്യക്തിപരമായ ശുശ്രൂഷ ജീവിതത്തിലും ഇതിൽ വളർച്ച തന്നത്. ഇന്ന് ഈ വേദിയിൽ വെച്ച് കർത്താവിന്റെ മഹത്വത്തിനായി ഈ ശാലോം മീഡിയ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ബെനിസാറിനോടും. കാരണം ഞങ്ങൾക്കൊക്കെ വലിയ പ്രചോദനവും അതിലേറെ മാതൃകയുമാണ് സാർ, അതുപോലെ മാത്യു സാർ, അവർ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ ശാലോം കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും. കാരണം നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും കർത്താവിന്റെ സഭയ്ക്കും കർത്താവിന്റെ രാജ്യത്തിനും കർത്താവിന്റെ ജനത്തിനും എന്തുമാത്രം അനുഗ്രഹങ്ങളായി മാറും. നമുക്കറിയാം, ഇന്ന് ഇവിടെ നിന്ന് പൊട്ടിമുളച്ച ഈ ഒരു ശുശ്രൂഷയാണ് ഇന്ന് സാർവത്രിക സഭ മുഴുവൻ അറിയപ്പെടുവാൻ അഭിവന്യ കർണാപിതാവ് പറഞ്ഞു. ഡോണൾഡ് പിതാവ് അവിടുത്തെ അമേരിക്കൻ കാർഡിനാളാണ്. അദ്ദേഹം ശാലോമിനെ കുറിച്ച് വാക്കുകൾ. ഇതിനൊക്കെ പുറകിൽ നമ്മുടെ അധ്വാനം, കഷ്ടപ്പാടും നമ്മുടെ പരിശ്രമ സമർപ്പണമൊക്കെ ഉണ്ട്. അപ്പോൾ ശാലോം കുടുംബത്തിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ മീഡിയ അവാർഡ് കർത്താവ് തന്ന സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഞാൻ സ്വീകരിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിനെ നൽകിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. പ്രൈസ് ദി ലോർഡ്.